സങ്കീർത്തനം 23. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാൺകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ചില ആളുകൾ നമ്മൾ 1 മണിക്കൂർ കൊണ്ട് പറയാൻ ശ്രമിക്കുന്ന കാര്യം ചില വാക്കുകളിൽ പറയും. ഈ അടുത്ത് ആരോ പറഞ്ഞ ഒരു പ്രസ്താവനയെക്കുറിച്ച് വേറൊരാൾ പറയുന്നത് കേട്ടു. ഞാൻ എത്രയോ നാളായി പറയാൻ ശ്രമിക്കുന്നതാണ്, അത് ഒറ്റ വാക്കിൽ പറഞ്ഞു. ഞാൻ ഈ അടുത്തൊരു കവിത വായിച്ചു. ആ കവിത എന്ന് പറയുന്നത് 4 or 5 വരിയേ ഉള്ളൂ, പക്ഷേ അതെന്നെ വല്ലാതെ സ്വാധീനിച്ചു. നമ്മൾ പറയാൻ ആഗ്രഹിച്ച ഒരു നീണ്ട പ്രഭാഷണം ചില വാക്കുകളിൽ ഒതുക്കി. ഇവിടെ ദാവീദ് എന്ന് പറയുന്ന ഒരു കവി എന്താണ് ജീവിതം, മനോഹരമായ ജീവിതം എന്താണ് എന്നുള്ളത് ചില വരികളിൽ 6 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുക. വാട്ട് ഈസ് ലൈഫ്? ഒരു മനോഹരമായ ജീവിതം എന്താണ്? അതിൻ്റെ 6ാമത്തെ വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും. ഈ ലോകത്തിൽ താൻ ജീവിക്കുമ്പോൾ ഈ നന്മയും കരുണയും നമ്മെ പിന്തുടരും. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുക, ഈ ബിജു ബ്രദർ എപ്പോൾ പ്രസംഗിച്ചാലും പ്രോസ്പെരിറ്റി തിയോളജിക്ക് എതിരെയാണല്ലോ പ്രസംഗിക്കുന്നത്, ഇപ്പം എന്താ ഇങ്ങനെ പറയുന്നത്? ഇല്ല, പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത് പാപമൊന്നുമല്ല, പക്ഷെ വ്യത്യാസം ഇത്രയേ ഉള്ളൂ. പ്രോസ്പെരിറ്റി തിയോളജിക്കാർ പഠിപ്പിക്കുന്നത് നന്മയും കരുണയും നമ്മൾ തേടിപ്പോകണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം, അതിനുവേണ്ടി ചിന്തിക്കണം, അതിനുവേണ്ടി പ്രസംഗിക്കണം, അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കണം. പക്ഷേ വേദപുസ്തകം പറയുന്നത് അങ്ങനെയല്ല. ഞാൻ മറ്റെന്തിൻ്റെയോ പുറകെ പോകണം, അല്ലെങ്കിൽ മറ്റാരുടെയോ പുറകെ പോകണം. അത് പോകുമ്പോൾ ഈ നന്മയും കരുണയും എൻ്റെ പുറകെ വരും. നമുക്കറിയാം, നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മൾ പറയുന്ന നുണയ്ക്ക് നമ്മൾ പറയാറുണ്ട്, നമ്മൾ പറയുന്ന വഴക്കിന് നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അധ്വാനിക്കുന്ന അധ്വാനത്തിന് പറയാറുണ്ട് വയറ്റിപ്പഴപ്പിന് വേണ്ടിയാണ്. അപ്പോൾ വയറ്റിപ്പഴപ്പിന് വേണ്ടി ജീവിതത്തിൽ വലിയ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. നമ്മൾ അതിനുവേണ്ടി ചെയ്യരുതാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷെ വേദപുസ്തകം പറയുന്നത്, അല്ലെങ്കിൽ ജീവിതത്തെ ശരിയായി കണ്ട ഒരു ദൈവ പൈതൽ പറയുന്നത്, ഈ നന്മയും കരുണയും എൻ്റെ പുറകെ വരും. എന്നെ ഈ ഭൂമിയിൽ ജനിപ്പിച്ചത് ഒരു ഉടമസ്ഥനാണ്. ഒരു അമ്മയ്ക്ക് ചെറിയ ഒരു പൈതലിൻ്റെ, ഒരു കുഞ്ഞിൻ്റെ എല്ലാ ആവശ്യങ്ങളും അതത് സമയത്തറിയാം. വൈകാരികമായ ആവശ്യങ്ങൾ, ശാരീരികമായ ആവശ്യങ്ങൾ എല്ലാം ആ അമ്മയ്ക്കറിയാം. അമ്മ അതത് സമയത്ത് ചെയ്യും. ഈ കുഞ്ഞൊന്നും ചെയ്യാറുണ്ടോ? ഇല്ല. പക്ഷേ അമ്മ അതത് സമയത്ത് ചെയ്യും. ഇതുപോലെ എന്നെ സൃഷ്ടിച്ചവനായ, നമ്മെ സൃഷ്ടിച്ചവനായ, നമ്മുടെ ഉടയവനായ ദൈവം നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എന്തെല്ലാം ആവശ്യമാണോ, വൈകാരികമായ ആവശ്യങ്ങൾ, ശാരീരികമായ ആവശ്യങ്ങൾ, സാമ്പത്തികമായ ആവശ്യങ്ങൾ, അതെല്ലാം അതതിൻ്റെ സമയത്ത് ദൈവം പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ഒരു ബോധ്യം നമുക്ക് തരുന്നത് വിശ്രമമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 15-ാമത്തെ വാക്യം:
ഇസ്രായേലിന്റെ പരിശുദ്ധനായ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: മനം തിരഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം. വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും, ചില ട്രാൻസ്ലേഷനിൽ നിങ്ങളുടെ രക്ഷ എന്നാണ് ഈ വായിച്ചു കേട്ടത്, നിങ്ങളുടെ ബലം. വിശ്രമിക്കുക, ആശ്രയിക്കുക, രണ്ട് കാര്യങ്ങൾ. വിശ്രമിക്കുക, ആശ്രയിക്കുക. അങ്ങനെ വിശ്രമവും ആശ്രയവും അറിഞ്ഞ ഒരു ദൈവ പൈതൽ, ആ ദൈവ പൈതൽ എഴുതിയ ഒരു കവിതയാണ് നമ്മൾ വായിച്ചത്. ഒരു ജീവിതം എന്താണ് എന്ന് പറഞ്ഞു തരിക. ഗുഡ്നസ് ആൻഡ് മേഴ്സി, നന്മയും കരുണയും. നമുക്കറിയാം, ഒരു മിഷൻ വർക്ക് ചെയ്യാൻ അതിന് പ്രത്യേകിച്ച് മൂവബിൾ മിഷൻസ്, അതിന് ലൂബ്രിക്കൻസ് ആവശ്യമാണ്. ഓയിൽ അല്ലെങ്കിൽ ഗ്രീസ് ആവശ്യമാണ്. പ്രത്യേകിച്ചും വലിയ വലിയ കമ്പനികളിൽ ലൂബ്രിക്കേഷൻ ഡേ എന്ന് പറഞ്ഞൊരു ദിവസമുണ്ട്. മാസത്തിൽ ഒരിക്കലോ ആഴ്ചയിൽ ഒരിക്കലോ ഉണ്ട്. അപ്പോൾ മെഷീൻ എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് അവർ ആ ലൂബ്രിക്കേഷൻ ഒഴിക്കും. എങ്കിൽ മാത്രമേ ഇത് ശരിയായിട്ട് ഫങ്ഷൻ ചെയ്യൂ. ഇതുപോലെ നമ്മുടെ ഈ ജീവിത യാത്രയ്ക്ക് ആവശ്യമായത് എല്ലാം ദൈവം അറിഞ്ഞ് അതത് സമയത്ത് തരും. ഈ ഒരു ബോധ്യം എന്നെ വിശ്രമത്തിലേക്ക് നടത്തണം. ഈ ഒരു ബോധ്യം എന്നെ വിശ്രമത്തിലേക്ക് നടത്തണം. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ ആവർത്തിച്ച് നമ്മൾ വായിക്കുന്നൊരു വാക്യമുണ്ട്: വിചാരപ്പെടരുത്. ഡു നോട്ട് വറി. ഡു നോട്ട് വറി. എന്താ കാര്യം? നമ്മൾ വിചാരപ്പെടുന്നതിനേക്കാൾ വളരെ മുൻപേ ആ വിചാരത്തിനുള്ള പരിഹാരം ദൈവം ഉണ്ടാക്കി. ഒരു ജീവിതം മുഴുവൻ വീട് പണിതും മക്കളെ പഠിപ്പിച്ചു, മക്കൾക്ക് ജോലി കണ്ടുപിടിച്ചു, അങ്ങനെ എല്ലാം തീർന്നു. അവസാനം ഇനിയൊന്ന് ആത്മീയമായിട്ട് കർത്താവിൽ ഒന്ന് വിശ്രമിക്കാൻ ചിന്തിക്കുമ്പോഴേക്കും സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ പെട്ടി എടുത്തുകൊണ്ട് വരികയാണ്. ഒറ്റ ജീവിതമേ ഉള്ളൂ, ഒറ്റ ജീവിതമേ ഉള്ളൂ. ആ ജീവിതം എന്തിനുള്ളതാണ്? ആശ്രയിക്കാനും വിശ്രമിക്കാനും. എന്തുകൊണ്ടാണ് ആശ്രയിക്കുന്നത്? എന്തുകൊണ്ടാണ് വിശ്രമിക്കുന്നത്? അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ. ദൈവത്തിൻ്റെ കരുതൽ ചെറിയ കരുതലല്ല. ഇൻ ഡീറ്റെയിൽസ്, വിശദാംശങ്ങളിലുള്ള കരുതൽ. പിന്നെ ഇടയ്ക്ക് ചിലർ പഠിപ്പിക്കാൻ തുടങ്ങി, ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ച് നിങ്ങൾ കരുതലുള്ളവരായിരിക്കണം, നിങ്ങൾ അതിനെക്കുറിച്ച് വിചാരപ്പെടണം. ദൈവത്തിൻ്റെ വിചാരത്തെക്കുറിച്ച് പിന്നെ നിങ്ങൾ വിചാരപ്പെടണം. ഇല്ല, കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് വിചാരപ്പെടരുത്. ദാവീദിൻ്റെ ജീവിതം നമ്മൾ നോക്കിയാൽ ഒരു മനുഷ്യൻ കടന്നു പോകുന്ന എല്ലാ വൈവിധ്യങ്ങളായ വേദനകളും പ്രശ്നങ്ങളും ഒക്കെ അഭിമുഖീകരിച്ച ഒരു മനുഷ്യനാണ്. തൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്നാമത്തെ വാക്യം, യഹോവ എൻ്റെ ഇടയൻ ആകുന്നു. ദൈവം എൻ്റെ ഇടയൻ എന്ന് ദാവീദ് പറയുമ്പോൾ ദാവീദിന് എന്താണ് ഇടയപ്പണി എന്നും എന്താണ് ഇടയനും ആടും തമ്മിലുള്ള ബന്ധമെന്നൊക്കെ അറിയാം. ഒരു ഇടയനുമുള്ള ബന്ധത്തിൽ ആടിന് നൽകുന്ന ചില കാര്യങ്ങൾ, ഒന്ന്, ഇടയൻ ആടിനെ ഗൈഡ് ചെയ്യും, ശരിയായ പാതയിൽ നടത്തും. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവനെ കിടത്തുന്നു, സ്വസ്ഥതയുടെ വെള്ളത്തിനരിത്തേക്ക് എന്നെ നടത്തുന്നു, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. അങ്ങനെ ഒരാടിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലേക്കും ഈ ഇടയൻ നടത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ചും ഇരുള് നിറഞ്ഞ ഈ ജീവിതത്തിൽ, ഇങ്ങനെയുള്ള ഒരു ഗൈഡൻസ് എത്ര മഹത്താണ് എന്ന് മനസ്സിലാക്കുന്ന ചില സന്ദർഭങ്ങൾ ജീവിതത്തിലുണ്ടാകും. വഴിമുട്ടിയ സന്ദർഭം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഒരു പ്രാവശ്യം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ഒരു സഹോദരനും കൂടെ ഒരു ബൈക്കിൽ ബോണ്ടോ ഹിൽസ്,
സാറിന് ഞാൻ പറയാറുണ്ടല്ലോ, ഒറീസയിലുള്ള ബോണ്ടോ ഹിൽസിലേക്ക് പോയി, ബൈക്കിലാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും, ഈ എൻ്റെ കൂടെ വന്നിരിക്കുന്ന ആളും വലിയ എക്സ്പേർട്ടൊന്നുമല്ല ആ സ്ഥലം. ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് യാത്ര തിരിച്ചു. കാട്ടിൽ കൂടെയാണ് യാത്ര. ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഇടത്തോട്ടാണ് തിരിയേണ്ടത് വലത്തോട്ടാണ് തിരിയേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. കാര്യം തെറ്റിക്കഴിഞ്ഞാലുള്ള പ്രശ്നം ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, അതെവിടെ ചെന്ന് അവസാനിക്കുന്ന അറിയത്തില്ല. ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതുപോലെ കൃത്യമായിട്ട് നോക്കി അപ്പുറത്തെ വയലിൽ നിന്നൊരാൾ പണിയെടുക്കുന്നു. അപ്പോൾ അടുത്ത പ്രശ്നം, ഒറിയെ ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല, എനിക്കും അറിയില്ല, മറ്റേ പുള്ളിക്കും അറിയത്തില്ല. പിന്നെ അറിയാവുന്ന ഭാഷയിലൊക്കെ ചോദിച്ച് പുള്ളി കറക്റ്റായിട്ട് വഴി കാണിച്ചു തന്നു. അത് പ്രശ്നം, ആ വഴിയെ നോക്കിയാൽ അത് വഴിയാണ് തോന്നത്തില്ല. ആ പുള്ളി അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ആ വഴി കൂടെ പോകത്തില്ല, കാരണം അത് വഴിയാണ് തോന്നുന്നില്ല. അപ്പം ജീവിതത്തിൽ ചില ജംഗ്ഷനിലെത്തുമ്പോൾ, നാൽക്കവലകളിലെത്തുമ്പോൾ എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ പ്രയാസപ്പെടും. ആ സമയത്ത് ദൈവത്തെ അറിയാത്തവന് ഗൈഡൻസ് കിട്ടും. എവിടെ നിന്ന് കിട്ടും? അല്പജ്ഞാനിയായ മനുഷ്യൻ്റെ ഗൈഡൻസ്. അവർക്ക് കിട്ടുന്ന ഗൈഡൻസ്, അവർക്ക് കിട്ടുന്ന ആലോചന എന്ന് പറയുന്നത് അല്പജ്ഞാനിയായ മനുഷ്യൻ്റെ ഒരു ഗൈഡൻസ് ആണ്. അതിൻ്റെ റിസൾട്ട് എന്താണ്? പത്രോസ് പറഞ്ഞതുപോലെ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. ജീവിതത്തിൽ വളരെയധികം അധ്വാനിച്ചു, വളരെയധികം ഭാരപ്പെട്ടു, പക്ഷെ അവസാനം എന്ത് കിട്ടി? ഒന്നും കിട്ടി. പക്ഷെ ഒരു ദൈവ പൈതലിൻ്റെ, യഹോവ ഇടയനായവൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവന് ഗൈഡൻസ് ഉണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. ചില പ്രതിസന്ധികളിൽ ദൈവത്തിൻ്റെ ഗൈഡൻസിൽ മുന്നോട്ട് പോയി വർഷങ്ങൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് ദൈവത്തിൻ്റെ ഗൈഡൻസ് എത്ര മനോഹരവും എത്ര പെർഫെക്റ്റുമായിരുന്നു, എത്രയും തികഞ്ഞതായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാമത്തെ വാക്യം. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. നമുക്ക് ഗൈഡൻസ് മാത്രം പോരാ, ഗൈഡൻസ് കൊണ്ട് കാര്യമില്ല. പിന്നെ എങ്ങനത്തെ ഗൈഡൻസ് വേണം? സത്യത്തിൻ്റെ ഗൈഡൻസ് വേണം. ഈ ചില നാട്ടിലുള്ള ആളുകളെ കുറിച്ച് പറയാറുണ്ട്, അവർക്കൊരു പ്രത്യേകത, വഴി ചോദിച്ചാൽ നേരെ ഓപ്പോസിറ്റ് വഴി കാണിച്ചു തരും. നമുക്ക് ആവശ്യം ഗൈഡൻസ് മാത്രമല്ല, പിന്നെ എന്ത് വേണം? സത്യത്തിൻ്റെ ഗൈഡൻസ്. ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും. പക്ഷെ നമ്മുടെ പ്രശ്നം എവിടെയെന്നറിയാമോ? നമുക്കത് വിശ്വാസമില്ല. ദൈവത്തിൻ്റെ ഗൈഡൻസിൽ നമുക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് ദൈവം നമ്മോടൊരു കാര്യം പറഞ്ഞാൽ അത് വിശ്വസിക്കാനും അതിൽ മുന്നോട്ട് പോകാനും നമുക്ക് ധൈര്യമില്ല. കാര്യം എന്താ? നമ്മൾ ചിന്തിക്കുന്നത് അല്പജ്ഞാനിയായ മനുഷ്യൻ്റെ ഉപദേശങ്ങളാണ് വലുത്. അല്പജ്ഞാനിയായ മനുഷ്യനോട് ആലോചന ചോദിച്ചു, അയാൾ ആലോചന പറഞ്ഞു തന്നു, അതിനുശേഷം അതെല്ലാം ദോഷത്തിൽ ചെന്ന് അവസാനിച്ചു. അപ്പം നമ്മൾ അയാളോട് ചോദിക്കുകയാണ്, എന്താ ചെയ്ത്? അയാൾ പറഞ്ഞു, അതിനിപ്പോൾ ഞാനെന്ത് ചെയ്യാനാ? അത്രേ ഉള്ളൂ, അതിനിപ്പോൾ ഞാനെന്ത് ചെയ്യാനാ? പക്ഷെ ദൈവം അങ്ങനെ ചോദിക്കത്തില്ല. ഒന്ന്, ദൈവം സത്യത്തിലാണ് ഗൈഡ് ചെയ്യുന്നത്. സത്യമാണ്. ദൈവം സർവജ്ഞാനിയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവിടെ അവസാനം ചെന്ന് അയ്യോ വഴി അടഞ്ഞു പോയല്ലോ, വഴി ഇല്ലാതായി പോയല്ലോ, ഇതായിരുന്നല്ലോ അവസാനം എന്ന് നിലവിളിക്കേണ്ടി വരത്തില്ല. ദാവീദിൻ്റെ ജീവിതാവസാനം അങ്ങനെ ആയിരുന്നില്ല. ദാവീദിന് പറയാൻ കഴിയും, യഹോവ എൻ്റെ ഇടയനാണ്, ഞാൻ ആശ്രയിക്കുന്നത് ദൈവത്തിലാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലാണ്, അതുകൊണ്ട് എൻ്റെ ജീവിതം നന്മയും കരുണയുമുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 10:4 വായിക്കാമോ? തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവന് അവയ്ക്ക് മുൻപായി നടക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. നല്ല ഇടയനും ആടുകളും എന്നുള്ള ഒരു ഉപയോഗിക്കുകയാണ്. താൻ നല്ല ഇടയനാണ്, നിങ്ങൾ ആടുകളാണ്. അവിടെ എന്താ ഈ ഇടയൻ ചെയ്യുന്നത്? ആടുകളുടെ മുൻപേ നടക്കുന്നു. കള്ള ഇടയൻ എന്ത് ചെയ്യുന്നു? കാട്ടുമൃഗങ്ങൾ വരുമ്പോൾ അതിനെ വിട്ടിട്ട് ഓടിക്കളയുന്നു. ചെന്നായ്ക്കൾ വരുമ്പോൾ
ആടുകളെ വിട്ടിട്ട് ഓടിക്കളയുന്നു. മനുഷ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവൻ്റെ രക്ഷയാണ് ആത്യന്തികം. എത്ര സ്നേഹിക്കുന്ന ഒരു കുഞ്ഞിനെയും കൊണ്ട് അമ്മ ആത്മഹത്യ ചെയ്യാൻ പുഴയിൽ ചാടിയാലും അമ്മ ശ്വാസം കിട്ടാതെ വരുമ്പോൾ കുഞ്ഞിനെ തള്ളിയിട്ടിട്ട് നീന്തി കരയിൽ കയറും. അത് മനുഷ്യൻ്റെ സ്വഭാവത്തിലുള്ളതാണ്. മനുഷ്യൻ്റെ സ്വഭാവം അതാണ്. എന്ത് ചെയ്യും? മരണത്തിൻ്റെ അവസാന നിമിഷം ശ്വാസം മുട്ടുമ്പോൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കും. പക്ഷേ യേശു എന്ത് ചെയ്തു? മരണത്തിൻ്റെ അവസാന നിമിഷം അല്ലെങ്കിൽ പ്രശ്നം തൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന് കണ്ടപ്പോൾ ആടുകളെ വിട്ട് ഓടിക്കളഞ്ഞില്ല, മറിച്ച് ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുത്തു. യഹോവ എൻ്റെ ഇടയനാണ്. ഇതൊരു വ്യക്തിപരമായ ബന്ധമാണ്. 23-ാമത്തെ സങ്കീർത്തനം പ്രസംഗിച്ചാൽ അതിൻ്റെ ഭംഗി പോയി. 23-ാമത്തെ സങ്കീർത്തനം ക്വയറ്റായിട്ടിരുന്ന് ഒന്ന് ധ്യാനിക്കണം. യഹോവ എൻ്റെ ഇടയൻ എന്നൊക്കെ പറയുമ്പോൾ അതൊരു വ്യക്തിപരമായ ബന്ധമാണ്. അത് കർത്താവിനോടുകൂടെ നടന്ന് നമ്മൾ കൂടുതൽ ഇഴുകിച്ചേരുകയാണ്. ഇത്തിക്കണ്ണിയുടെ പ്രശ്നം, ഈ ഇത്തിക്കണ്ണി ഈ മരത്തിലേക്ക് ഇഴുകിച്ചേരും. നമ്മൾ ഇത്തിക്കണ്ണി ഇങ്ങനെ പറിക്കാൻ എളുപ്പത്തിൽ പറ്റത്തില്ല. പിന്നെ എന്ത് ചെയ്യണം? കത്തി കൊണ്ടൊക്കെ ചിലപ്പോൾ ചുരണ്ടി എടുക്കണം. അതേ സമയത്ത് മരത്തിൽ പറ്റിക്കിടക്കുന്ന കുരുമുളക് ചെടി കണ്ടിട്ടുണ്ട്. കുരുമുളക് അത് വളരെ എളുപ്പത്തിൽ എടുത്ത് മാറ്റാം. കാര്യം അത് ഇതിനോടൊന്നും ഇഴുകിയൊന്നും ചേരുന്നില്ല. യഹോവ എൻ്റെ ഇടയൻ എന്ന് പറയുമ്പോൾ അതുപോലെയുള്ളൊരു ഇഴുകിച്ചേരലുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ച് അവൻ അന്വേഷിക്കുന്ന നന്മയല്ല, അവൻ അന്വേഷിക്കുന്നത് കരുണയല്ല, അവൻ അന്വേഷിക്കുന്നത് യഹോവയെയാണ്, കർത്താവിനെയാണ്. അവൻ്റെ പ്രാർത്ഥന കർത്താവിനോടാണ്. പ്രാർത്ഥന കർത്താവിന് വേണ്ടിയാണ്. കർത്താവിന് വേണ്ടി എന്ന് പറഞ്ഞാൽ അവൻ്റെ ആവശ്യങ്ങൾ അവന് ഓർമ്മ വരത്തില്ല. ദൈവത്തിൻ്റെ പ്രസാദവും ദൈവത്തിൻ്റെ കാര്യങ്ങൾ പ്രാധാന്യത്തോടുകൂടി അവൻ ചിന്തിക്കുന്നു. അങ്ങനെയുള്ള ഒരുവൻ്റെ ജീവിതത്തിൽ അവൻ്റെ പുറകെ എന്ത് വരും? നന്മയും കരുണയും അവനെ തേടി വരികയാണ്. അവൻ്റെ പുറകെ ഉണ്ട്. ഇത് ജീവിതത്തിൽ നമ്മളൊന്ന് അനുഭവിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ വ്യർത്ഥമായ പ്രാർത്ഥനകൾ യഥാർത്ഥമായ പ്രാർത്ഥനയിലേക്ക് നമുക്ക് തിരിച്ചുവിടാം. ഇപ്പോഴും നമുക്ക് ധൈര്യമില്ല നമ്മുടെ ജീവിതത്തിൻ്റെ താക്കോല് പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കാൻ. അത് പൂർണ്ണമായി ദൈവത്തിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ ധൈര്യമില്ല. നമ്മുടെ പ്രശ്നം എന്താണ്? നമ്മുടെ പ്രശ്നം ദൈവത്തിൻ്റെ ഒരു ഇടപെടലിൻ്റെ മുൻപിൽ, ഒരു സന്ദേശത്തിൻ്റെ മുൻപിൽ നമ്മൾ അല്പം ഒന്ന് കൊടുത്തിട്ട് പിന്നെ പറയും, കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതല്ലേ, ഇനി ഈ ഭാരം കൂടി ചുമക്കണ്ട, ഇത് ഞാൻ ചുമന്നോളാം. പിന്നെ നമ്മിലേക്ക് നമ്മൾ തിരിച്ച് ജീവിതം മുഴുവൻ പിന്നെ ഒരു ലേണിംഗ് പ്രോസസ്സ് മാത്രം. ഏത് ലേണിംഗ് പ്രോസസ്സ്? ഒറ്റ സബ്ജക്റ്റ്. ജീവിതകാലം മുഴുവൻ ലേണിംഗ് ആണ്, പക്ഷേ പുതിയ കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ ഒറ്റ വിഷയത്തിൽ നമ്മൾ മാസ്റ്റർ ചെയ്യുന്നില്ല. എന്താ കാര്യം? നമ്മൾ പൂർണ്ണമായി വിടാൻ ധൈര്യപ്പെടുന്നില്ല. യഹോവ എൻ്റെ ഇടയൻ ആകുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ പൂർണ്ണമായി ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ, എൻ്റെ മക്കളുടെ കാര്യങ്ങൾ, എൻ്റെ ജോലിയുടെ കാര്യങ്ങൾ, മക്കളുടെ കല്യാണക്കാര്യങ്ങൾ, മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ, എന്തെല്ലാം ജീവിതത്തിൽ നമ്മെ ഭയപ്പെടുത്തുന്നോ പ്രയാസപ്പെടുത്തുന്നോ ഇതെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട്, രണ്ടാമത്തെ വാക്യം അങ്ങനെയുള്ളൊരു മനുഷ്യൻ്റെ ഒരു പിക്ചറാണ്, അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ പിക്ചറാണ്. എന്താണ്? പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. ആ വാക്ക് ശ്രദ്ധിച്ചു. ഈ പച്ചയായ പുല്ലെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആടിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് പച്ചയായ പുല്ല്. പച്ചയായ പുല്ല്
അവന് കഴിക്കാൻ കൊടുക്കുന്നു എന്നല്ല പറഞ്ഞു. എന്താ പിന്നെ പറഞ്ഞ്? പച്ചയായ പുല്ലിൽ അവൻ കിടക്കുകയാണ്. മനോഹരമായൊരു ജീവിതം ദൈവം മുമ്പിൽ വെക്കുകയാണ്. പച്ചയായ പുല്ല് ഭക്ഷിക്കാൻ കൊടുക്കുന്നുവെന്നല്ല, പച്ചയായ പുല്ലിൽ കിടത്തുന്നു. എന്നിട്ട് ഒഴുക്ക് വെള്ളത്തിലേക്ക് നടത്തി വെള്ളം കുടിപ്പിക്കുന്നതല്ല. ആടിന് വെള്ളം കുടിക്കണമെങ്കിൽ ആ വെള്ളം ശാന്തമാകണം. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? സ്വസ്ഥതയുള്ള വെള്ളം. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തുന്നു. പിശാചിൻ്റെ നുണകളെ നമ്മൾ അതിജീവിക്കണം. പിശാച് നമ്മെ എപ്പോഴും ഭയപ്പെടുത്തുന്നു. പിശാച് നമുക്ക് മറ്റൊരു ഇടയനെ കാണിച്ചു തരുന്നു. നമ്മുടെ ജോലിയാകുന്ന ഇടയൻ, പണമാകുന്ന ഇടയൻ, പൊളിറ്റിക്കൽ റിലേഷൻഷിപ്പ് ആകുന്ന ഇടയൻ, ബന്ധങ്ങളാകുന്ന ഇടയൻ, ഇങ്ങനെ പല ഇടയന്മാരെ കാണിച്ചിട്ട് ഇത് നമുക്ക് പച്ചയായ പുല്ലും സ്വസ്ഥതയുള്ള വെള്ളവും തരും എന്ന് പറഞ്ഞ് നമ്മളെ വിഡ്ഢികളാക്കുകയാണ്. ദാവീദ് ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങൾ കണ്ടവനാണ്. ഒരു ആട്ടിടയൻ എന്ന നിലയിൽ നിന്ന് ഒരു മഹാനായ രാജാവ് എന്ന നിലയിലേക്ക് മാറിയൊരു മനുഷ്യനാണ്. ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങൾ കണ്ടു. ആ മനുഷ്യൻ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ഡെഫിനിഷൻ പറയുകയാണ്. യഹോവ ഇടയനായ ഒരു മനുഷ്യൻ്റെ ജീവിതമെന്ന് പറയുന്നത് പച്ചയായ പുല്ലിൽ കിടക്കുന്ന സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് പോകുന്ന ഒരു ജീവിതമാണ്. ഇടയൻ ഗൈഡ്. 2 പ്രൊവൈഡർ. ഇടയൻ്റെ വടിയും കോലും എന്ന് ഒരു പ്രയോഗമുണ്ട്. അവൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഈ വടിയും കോലും എന്ന് പറയുന്നത് ഒന്ന് ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വടി, മറ്റൊന്ന് ആടുകൾക്ക് ഉയർന്നിരിക്കുന്ന മരങ്ങളുടെ ഇലകൾ തിന്നാൻ പറ്റത്തില്ല, അപ്പം അത് വളച്ചു കൊടുക്കാനുള്ള ഒന്നാണ് കോല്. പ്രൊവൈഡർ. ഗോഡ് ഈസ് മൈ പ്രൊവൈഡർ. ദൈവം അതത് സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായതൊക്കെ തരും. അപ്പോൾ നമ്മൾ കടന്നു പോകുന്ന ചില കൈപ്പേറിയ അനുഭവങ്ങളോ അതും ദൈവത്തിൻ്റെ പ്രൊവിഷനാണ്. അത് ദൈവത്തിൻ്റെ പ്രൊവിഷനാണ്. എന്തുകൊണ്ട് 23-ാം സങ്കീർത്തനം കിട്ടിയത്? 23-ാം സങ്കീർത്തനം കിട്ടിയത് അതിൻ്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടി ഇരിക്കുന്നുവല്ലോ. എനിക്ക് തോന്നുന്നത് ഈ ഒരു വരി ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ കൂടെ കടന്നുപോയവരെ ആശ്വസിപ്പിച്ച അത്രയും വേറൊരു വാക്ക് ആശ്വസിച്ചെന്ന് അറിയില്ല. എന്തിനാണ് ദൈവം മരണനിഴൽ താഴ്വരയിൽ കൂടെ നടത്തുന്നത്? തലമുറകൾക്ക് വേണ്ടി ഒരു വരി എഴുതാൻ. 3000 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ ആ വരി കഴിഞ്ഞ ദിവസം ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധിയിൽ ഒരു ചെറുപ്പക്കാരൻ വായിച്ച് ബലപ്പെട്ടു. അത് ദൈവത്തിൻ്റെ മിസ്റ്റേക്ക് അല്ല, ദൈവത്തിൻ്റെ കഴിവില്ലായ്മയല്ല. എന്തിനാണ് ദൈവം ജീവിതത്തിൽ ഇതുപോലെയുള്ള മരണനിഴൽ താഴ്വരകളിലൂടെ കടത്തിവിടുന്നത്? നമ്മെ പണിയാനും തലമുറയ്ക്ക് കൈമാറാനും. ഗോഡ് ഈസ് മൈ പ്രൊവൈഡർ. എനിക്ക് ആവശ്യമുള്ളതൊക്കെയും ദൈവം പ്രൊവൈഡ് ചെയ്യും. ദൈവം എപ്പോഴും പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ പട്ടിണി, പ്രയാസങ്ങൾ, രോഗങ്ങൾ, മരണനിഴലിൻ്റെ അനുഭവങ്ങൾ, എന്തുകൊണ്ട് ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു? ദൈവത്തിന് ആഴമേറിയത് ചിലത് പഠിപ്പിക്കാനും പണിയാനും വേണ്ടി മാത്രമാണ്. ദൈവം ദാതാവ് തന്നെയാണ്. ആ ദാതാവായ ദൈവം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ദാതാവ് അല്ലാതിരിക്കുന്നില്ല. ഒരു 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ സ്നേഹിക്കുന്ന അമ്മ പതിവ് പോലെ അവന് ബിസ്ക്കറ്റ് കൊടുക്കുന്നില്ല, പതിവ് പോലെ അവന് ചില ആഹാര സാധനങ്ങൾ കൊടുക്കുന്നില്ല. എന്താ കാര്യം? കൊച്ചിന് പനിയാണ്, അത് കഴിക്കാൻ പാടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അതിനർത്ഥം പ്രൊവൈഡർ അല്ലെന്നല്ല. അപ്പോഴാണ് കൂടുതൽ പ്രൊവൈഡർ, കെയർഫുൾ പ്രൊവൈഡർ. ദൈവൻ്റെ കംഫർട്ട്. ദൈവം ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഡിസൈൻ ചെയ്തപ്പോൾ നമുക്കറിയാം
ഇത് ആർക്ക് വേണ്ടിയാണ് ഡിസൈൻ ചെയ്തത്? ഇത് മനുഷ്യന് വേണ്ടിയാണ് ഡിസൈൻ ചെയ്തത്. അതല്ലേ? ഏതേൻ തോട്ടമെല്ലാം ഉണ്ടാക്കിയിട്ട് മനുഷ്യനെ കൊണ്ടുപോയി അവിടെ ആക്കി. എല്ലാം മനുഷ്യന് വേണ്ടി ഡിസൈൻ ചെയ്തു. അതിൽ മനോഹരമായ പുഷ്പങ്ങൾ, വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ ദൈവം സൃഷ്ടിച്ചത് മനുഷ്യന് ചില ഉപദേശങ്ങൾ കൊടുക്കാൻ, അവൻ്റെ ജീവിതത്തിൽ തളരുമ്പോൾ അവന് ആശ്വാസം കൊടുക്കാൻ. ഒരിക്കലൊരു സഹോദരി എന്നോട് പറഞ്ഞത്, ഞാൻ വളരെയധികം മാനസികമായി പ്രയാസപ്പെട്ട സമയത്ത് പെട്ടെന്നൊരു ചെറിയ കാറ്റടിച്ചു, എനിക്കതിൽ ദൈവത്തിൻ്റെ സ്പർശനം അനുഭവിക്കാൻ പറ്റി. ഒരിക്കൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ വലിയ പ്രയാസപ്പെട്ട് ഞങ്ങൾ ടെറസിൽ പോയി കിടന്നപ്പോൾ ആകാശം മുഴുവൻ നക്ഷത്രം. അതല്ലേ അബ്രഹാമിനോട് പറഞ്ഞത്? അബ്രഹാം കൂടാരത്തിനകത്ത് പ്രയാസപ്പെട്ടിരുന്നപ്പോൾ ദൈവം അവനെ പിടിച്ചു കൊണ്ടുപോയി പുറത്തു കൊണ്ടുപോയിട്ട് പറഞ്ഞു, നോക്കാൻ പറഞ്ഞു ആകാശത്തേക്ക്. ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ നിന്ന് നോക്ക്. അപ്പം ദൈവം നമ്മെ കംഫേർട്ട് ചെയ്യുന്നവനാണ്. പലപ്പോഴും ഒരടി പോലും മുന്നോട്ട് വെക്കാൻ പറ്റാത്ത ചില തകർന്നു പോകുന്ന സമയങ്ങളുണ്ടാകും. ആ സമയത്ത് ദൈവത്തിൻ്റെ കംഫേർട്ട് അത്ഭുതകരമായി ജീവിതത്തിലേക്ക് കടന്നു വരും. ആ കംഫേർട്ട് ഇല്ലെങ്കിൽ നമ്മളൊന്നും ഇവിടെ എത്തത്തില്ല. നമ്മളൊക്കെ തകർന്ന് അടിഞ്ഞു പോയേ. ഇടയൻ ആടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതാണ് യേശു പറഞ്ഞത്, ഒരു നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കും. സ്വന്തം ജീവൻ കൊടുത്ത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തു. പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നല്ല, പ്രൊട്ടക്റ്റ് ചെയ്തു. എന്നിട്ട് നമുക്ക് വിശ്വസിക്കാൻ ധൈര്യം ഇല്ല. അമ്മയുടെ മുഖം മുഴുവൻ പൊള്ളലേറ്റ് വികൃതമായിരിക്കുക. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ കുഞ്ഞ് ചെറുതായിരുന്ന സമയത്ത് വീടിനകത്ത് കിടന്നുറങ്ങുന്നു. അമ്മ പുറത്തെന്തോ പണിയെടുക്കുന്ന സമയത്ത് വീടിന് ഇവിടെ തീ പിടിച്ച സമയത്ത് ഈ അമ്മ ഈ തീ കത്തുന്ന വീടിൻ്റെ ഉള്ളിൽ കയറി ഈ കുഞ്ഞിനെ രക്ഷിച്ചപ്പോഴുണ്ടായ തീപ്പൊള്ളലാണ്. കുഞ്ഞിനൊന്നും പറ്റിയില്ല, അമ്മയ്ക്ക് പറ്റി. എന്നിട്ട് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞ് ഒരു മതിലിൻ്റെ പുറത്ത് നിർത്തി, നമ്മുടെ പിള്ളേർക്ക് ചെയ്യാറുണ്ടല്ലോ, മോനെ ചാട് എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞ് ചോദിക്കാനിരിക്കും, ഞാൻ ചാടി അമ്മ പിടിക്കുമോ? കാര്യം മുഖത്തേക്ക് നോക്കി ചോദിക്കും. മുഖം മുഴുവൻ പൊള്ളി വിരൂപമാണ്. സ്വന്തം ജീവൻ പണയപ്പെടുത്തി കുഞ്ഞിനെ രക്ഷിച്ചൊരു അമ്മയാണ് പറഞ്ഞത്, ഈ ചാട്. ആ ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല. ദൈവം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന് വെറുതെ വിശ്വസിക്കാൻ പറയുകയല്ല, സ്വന്തം പ്രാണൻ നൽകി പാസ്റ്റ് ടെൻസിൽ തെളിവ് തന്നു. എന്നിട്ടാ പറയുന്നത്, ഐ വിൽ പ്രൊട്ടക്റ്റ് യു, ഞാൻ നിന്നെ പരിപാലിക്കും, ജീവൻ നൽകി പരിപാലിക്കും. പ്രിയ ദൈവമക്കളെ, മനോഹരമായൊരു ജീവിതത്തിൻ്റെ ഒരു കവിതയാണിത്. യഹോവ എൻ്റെ ഇടനിൽ തുടങ്ങി, നന്മയും കരുണയും, ഗുഡ്നസ് ആൻഡ് മേഴ്സി എൻ്റെ ജീവിതത്തിൻ്റെ പുറകെ വരുന്നൊരു ജീവിതം. ആ ജീവിതമാണ് ഗുണകരമായ ജീവിതം. നമ്മുടെ പുറകെ ഒരു തലമുറ വരുന്നുണ്ട്. നമുക്ക് ശേഷം കർത്താവ് വരാൻ താമസിച്ചാൽ ഈ ലോകം അവസാനിക്കുന്നില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കും. തലമുറകൾ വരുന്നു. മനോഹരമായ ജീവിതം എന്താണ് എന്ന് അടുത്തൊരു തലമുറയ്ക്ക് കൈമാറാൻ കഴിയുന്ന ഒരു ജീവിതത്തെക്കുറിച്ചാണ് സങ്കീർത്തനക്കാരൻ 23-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നത്. യഹോവ എൻ്റെ ഇടയനാകും.